ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ടയാണ് കേരളത്തിൽ അതോടൊപ്പം തന്നെ ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റണമെന്നത്. അവർ ഈ സമയത്തും ഉറച്ചു നിൽക്കുകയാണ്. ഈ സമയത്ത് ഉറച്ചു നിൽക്കുമ്പോൾ നാം മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം. കോൺഗ്രസിന്റെ ഒക്കച്ചങ്ങാതിയായി മാറിയിരിക്കുകയാണ്. ഒരു കോൺഗ്രസ് എങ്ങനെയെങ്കിലും ഒരു പച്ച സർക്കാർ നിർമ്മിക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് പിന്തുണ നൽകുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയാണ്. വെൽഫെയർ പാർട്ടിയെ തള്ളിക്കളയാൻ മതേതരത്വത്തിന്റെ രാജകുമാരനായി സ്വയം ഇപ്പോൾ അവതരിച്ചിരിക്കുന്ന വി.ഡി. സതീശൻ ഉൾപ്പെടെ തയ്യാറാകാതിരിക്കുമ്പോഴാണ് ഇത്തരം പ്രസ്താവനകൾ നാം നോക്കിക്കാണേണ്ടതല്ലേ? അതെ. ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവ് ഷെയ്ഖ് മുഹമ്മദ് കാരേക്കുന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഭാരതം ഇസ്ലാമിക രാജ്യമാക്കുക എന്നാണ് അവരുടെ ലക്ഷ്യം. അതാണ് ഒരു വർഷത്തിന് മുമ്പേ ആലപ്പുഴയും പാലക്കാടും മലപ്പുറത്തും ഒക്കെ നടന്നിട്ടുള്ളത്. കൊലകൾ, ഹിന്ദുക്കളെ വിറപ്പിച്ച് നിർത്തുക, RSS പ്രവർത്തിക്കാതിരിക്കുക, BJP-ക്കാർ പ്രസംഗിക്കുകയാണെങ്കിൽ നോട്ടപ്പുള്ളികളാക്കുക, ആയിരക്കണക്കിന് നേതാക്കളുടെ ലിസ്റ്റും കാര്യങ്ങളുമാണ് ഈ തീവ്രവാദികളുടെ വീടുകളിൽ നിന്ന് റെയ്ഡ് ചെയ്തപ്പോൾ പിടിച്ചെടുത്തിട്ടുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ. ഇവർ അറസ്റ്റ് ചെയ്യാതിരുന്നുവെങ്കിൽ ഈ കേരളം ഇന്ന് ഏത് ഗതിയായിരിക്കും? ഇവരാണ് ഗുജറാത്തിലെ ഗോത്ര കലാപത്തെക്കുറിച്ച് കേരളത്തിൽ പ്രസംഗിക്കുന്നത്. ഇത് മതരാഷ്ട്രവാദം ഉയർത്തുമ്പോൾ ഇവിടുത്തെ ഒരു ഭരണ സർക്കാരുണ്ടോ? അവർ അദ്ദേഹത്തിനെതിരെ കേസെടുക്കേണ്ടതില്ലേ? സോഷ്യൽ മീഡിയയിൽ ചില പോസ്റ്റുകൾ ഇട്ടാൽ ഉടനെ ആ വ്യക്തികളെ അറസ്റ്റും ബാക്കി കാര്യങ്ങളും കൊണ്ട് കൽത്തുറുങ്കിൽ അടയ്ക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ മതരാഷ്ട്രവാദം ഷെയ്ഖ് മുഹമ്മദ് കാരേക്കുന്ന് പോലുള്ളവർ ഉന്നയിക്കുമ്പോൾ വേണ്ട പ്രോത്സാഹനം കൊടുക്കുന്നു. ഇതേ പ്രോത്സാഹനത്തിന് കാന്തപുരത്തിൻ്റെ കേരള യാത്ര നടന്നപ്പോൾ അദ്ദേഹം പല യോഗങ്ങളിലും കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അനുകൂലിച്ചിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയുടെ ഈ തീവ്ര മതരാഷ്ട്രവാദത്തിന് വേണ്ടി കാന്തപുരം പലയിടവും അനുകൂലിച്ചു. ഒരു ഇസ്ലാമിക രാജ്യം ഭരണമെന്ന് ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹത്തിന് സ്വീകരണം കൊടുത്ത പല യോഗങ്ങളിലും സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് MLA ആ പാട്ടുകാരി ദലീമ യോഗങ്ങളിൽ പോയി ആശംസകൾ അറിയിക്കുന്നു. മുഹമ്മദ് പോലുള്ളവർ യോഗത്തിൽ പോകുന്നു. ഈ രണ്ടുപേരും മതരാഷ്ട്രവാദത്തിന് അനുകൂലിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെയും ശ്രീജിത്ത് പറഞ്ഞതുപോലെ വെൽഫെയർ പാർട്ടിയുടെയും PDP-യുടെയൊക്കെ പിന്തുണ അസംബ്ലി തെരഞ്ഞെടുപ്പിന് വേണം. അതുകൊണ്ടാണ് വി.ഡി. സതീശൻ ഒരു വാക്ക് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത്? 57 രാജ്യങ്ങളിൽ മുസ്ലിം രാജ്യങ്ങളുണ്ട്. ഇനി ഈ വെൽഫെയറിലെ കാരക്കുന്ന് പറഞ്ഞിട്ടുള്ളത് 58ാമത്തെ രാജ്യം ഭാരതത്തെ ഇസ്ലാം രാജ്യമാക്കുമെന്നാണ്. അത് ഒരു നരേന്ദ്രൻ ഇരിക്കുന്നിടത്തോളം കാലം അത്തരത്തിലുള്ള വെള്ളങ്ങൾ ഇത്തരത്തിലുള്ള ഇസ്ലാമിക സ്റ്റേറ്റുകളും രാഷ്ട്രങ്ങളും ആക്കാനുള്ളവർ മാറ്റിവെച്ചാൽ മാത്രം മതി. അതിനൊരു ഉദാഹരണമാണ് ഈ 38 ഇന്ന് പാളയംകോട്ട് സെൻട്രൽ ജയിലിൽ കിടക്കുന്നത്. നിങ്ങൾ മറ്റേ ചമ്പ്രാണത്തിരിയും അരിയും കുന്തിരിക്കും ഒക്കെ നനച്ച് കത്തിച്ച് വാഴയിലും വെട്ടി കാത്തിരിക്കുക. പാവം ഒന്നും അറിയാത്ത ആ ശ്രീനിവാസൻ വക്കീലിനെ ആലപ്പുഴ വെട്ടിക്കൊന്നുകളഞ്ഞില്ലേ? അതുപോലെ പാലക്കാട് ദാരുണ കൊലപാതകങ്ങൾ നടന്നില്ലേ? ഈ പറയുന്ന ഗ്രീൻ MLA-മാരെന്ന് പറയുന്ന പാലക്കാട് എന്നുള്ള ഷാഫി പറമ്പിലോ MP-യോ അതുപോലെ VT ബൽറാമോ വി.ഡി. സതീശനോ TN പ്രതാപനോ ഒരു അനുശോചനമെങ്കിലും രേഖപ്പെടുത്താൻ തയ്യാറായോ? അപ്പോൾ അവരെല്ലാം കാലാകാലങ്ങളിൽ മതരാഷ്ട്രവാദത്തിന് വേണ്ടി ഇത്തരം അർബൻ ഇസ്ലാമിസ്റ്റുകളെ കൂടെയാണ്. അതിന് സതീശൻ അടുത്ത കാലത്ത് വി.ഡി. സതീശൻ ഒരു വാക്കെന്തോ സൂചിപ്പിക്കുകയുണ്ടായി. ഇന്ത്യ ഒരു മുസ്ലിം രാഷ്ട്രമാണ് എന്ന് ഇത്തരത്തിലുള്ള ജമാഅത്ത് പറയുമ്പോൾ അതിന് പരോക്ഷമായ പിന്തുണ കൊടുക്കുന്ന രീതിയിലുള്ള വാക്കുകളാണ് പറഞ്ഞത്. കാരണം TN പ്രതാപനും മറ്റേ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അതേപോലെ വേറൊരാളുണ്ട്, സമസ്ത അല്ല വേറൊരു വെൽഫെയർ പാർട്ടിയിൽ ഉണ്ടായിരുന്ന ആൾ, അദ്ദേഹം തീ തുപ്പുന്ന പ്രസംഗങ്ങളൊക്കെയാണ് മലപ്പുറത്ത് ചെയ്തിട്ടുള്ളത്. ഒന്നും ചെയ്തിട്ടില്ല. അതേസമയം ഇവിടെ വത്സൻ തില്ലങ്കരി എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാലോ ശശികല ടീച്ചർ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാലോ അവരെ അറസ്റ്റ് ചെയ്യുക. ശബരിമല പ്രക്ഷോഭം നാമജപം നടത്തിയവരെ കൽത്തുറങ്കിലെ അറസ്റ്റ് ചെയ്ത് അടച്ച ഒരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇതുവരെ ആ കേസ് തീർന്നിട്ടില്ല. ഹിന്ദു നവോത്ഥാനത്തിന് വേണ്ടി അവർ മതിലുകൾ കെട്ടുകയും മതിലുകൾ ചെയ്ത പാർട്ടികളെ ഹിന്ദുവിനെ വിഭജിച്ച് നിർത്തി ഭരിക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെയും UDF-ൻ്റെയും തന്ത്രം.
അപ്പോൾ എന്തുകൊണ്ടും ഇത്തരത്തിലുള്ള മതരാഷ്ട്രവാദങ്ങൾ ഉയർത്തുന്ന സംഘടനകൾ പൂർണ്ണ പിന്തുണ UDF-ന് ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് VD സതീശനെ പോലുള്ളവരുടെ അനുകൂല പ്രസ്താവനകൾ. അവരുടെ യോഗങ്ങൾക്ക് VD സതീശന്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ വരികയാണെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ പൂർണ്ണമായി തന്നെ കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയുമല്ലോ നിലവിലെ സാഹചര്യത്തിൽ. അതിനുള്ള എഗ്രിമെൻറ്റുകൾ അവർ സംസാരിച്ചല്ലോ. ഇദ്ദേഹം ദുബായിലെ എപ്പോഴും പോകുന്നതിനാണ്. ദുബായ് ഇതിൻ്റെ ഹബ്ബാണല്ലോ. സംസാരിക്കുവാനും അത്തരത്തിൽ നിൽക്കുന്ന നേതാക്കളെ മാറ്റിയെടുക്കേണ്ട ഫണ്ട് റൈസിങ്ങിന് വേണ്ടി ഇദ്ദേഹത്തിൻ്റെ അല്ലാതെ ദുബായിൽ കോൺഗ്രസ്സിന് KPCC യൂണിറ്റ് പോലെ ദുബായ് PCC യൂണിറ്റ് ഉണ്ടാക്കാനാണ് ദുബായിലേക്ക് VD സതീശൻ പോണത്. അവിടെ ഒരു അർബൻ നക്സലൈറ്റ് ഇസ്ലാമിസ്റ്റ് ടീമുകളുണ്ട്. അവരുമായിട്ട് ഡിസ്കഷൻ ചെയ്യണം സതീശൻ ഏക ലക്ഷ്യം എങ്ങനെയും ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിലിരിക്കണം. ഇതായ ഏക ലക്ഷ്യമുള്ളൂ. അതിനി ഏത് ഇസ്ലാമിക് സ്റ്റേറ്റോ മതരാഷ്ട്രവാദം പറയുന്നവരുമായിട്ട് യോജിക്കുവാൻ സതീശൻ തയ്യാറാണ്. പക്ഷേ അതിനെ വെട്ടാൻ വേണ്ടിയാണ് ബാക്കിയുള്ള നേതാക്കൾ KC പോലുള്ളവരെല്ലാം ഇവിടെ ഉള്ളത്. KC എന്താണ് ഇടയ്ക്ക് KC ഇവിടെ വന്നപ്പോൾ പറഞ്ഞ കാര്യം എന്താണ്? അത് എനിക്ക് മുഖ്യമന്ത്രിയാവാനൊന്നൊരു മോഹവുമില്ല. അങ്ങനെ മുഖ്യമന്ത്രിയാകാൻ മോഹമില്ലാത്ത ആൾ മഹാപഞ്ചായത്ത് നടന്ന സമയത്ത് KC കൂടെ ഉണ്ടായിരുന്നല്ലോ, രാഹുൽ ജിയുടെ കൂടെ. ഈ ശശി തരൂർ കൈ കൊടുക്കുവാൻ പോയപ്പോൾ അദ്ദേഹം മുഖം മാറി തിരിഞ്ഞു നിൽക്കുകയായിരുന്നില്ലേ? അപ്പോൾ സ്നേഹത്തിൻ്റെ കട തുറക്കുന്ന രാഹുലും KC-യും VD സതീശനുമെല്ലാം മതരാഷ്ട്രവാദങ്ങൾക്ക് വേണ്ടി കട തുറക്കുവാൻ അനുകൂലിക്കുന്നു. ജമാഅത്ത് ഇസ്ലാമികളുടെ കൂടെയും കാന്തപുരത്തിൻ്റെ കൂടെയും എല്ലാം. അപ്പോൾ ഇത് തികഞ്ഞ വർഗീയതയല്ലേ കേരളത്തിൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഇവർ കളിക്കുവാൻ പോകുന്നത്? അത് ഇവിടുത്തെ ഹിന്ദു ജനത മനസ്സിലാക്കണം. ഒരു കാലഘട്ടത്ത് പഴയകാല നൂറ്റാണ്ടുകൾക്ക് കച്ചവടങ്ങൾക്ക് വന്ന ഇവർക്ക് ഇവിടുത്തെ ഹിന്ദു രാജാക്കന്മാർ അഭയം കൊടുത്തതുകൊണ്ടല്ലേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോഴും വരുന്നത്. പക്ഷേ ഈ മറ്റ് രാഷ്ട്രങ്ങളിൽ ഇതുപോലുള്ള ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങളിൽ ഇവർ ചെന്ന് ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ നടത്താത്തത്? റഷ്യയിൽ പോയി ഇത്തരം പ്രസംഗം ചെയ്യാത്തത്? കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായ കൊറിയയിലും ക്യൂബയിലും ചൈനയിലും ഇവർ പോയി ഇത്തരം മതരാഷ്ട്രവാദങ്ങൾ പറയാത്തത്? പക്ഷേ ഭാരതത്തിനകത്ത് ഇവർക്ക് കുറച്ച് മതസ്വാതന്ത്ര്യം കൂടിപ്പോയി. അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയും രാഷ്ട്രീയ സ്വയംസേവക സംഘവും പറയുന്നത് ഇവിടുത്തെ മത രാഷ്ട്രവാദം ഉപയോഗിക്കുന്ന ഏത് സംഘടനകളായാലും നിരോധിക്കുക തന്നെ വേണം. അപ്പോൾ അവർ പറയും RSS അല്ല. RSS എവിടെയാണ് മതരാഷ്ട്രവാദം? ഹിന്ദുരാജ്യം എന്തായിരിക്കും ഈ മറ്റൊരു കാര്യം? പണ്ടല്ലേ ഇത്തരം സംഘടനകളെ അകറ്റി നിർത്തിയിരുന്നു. അതെ. ഇപ്പോൾ ഈ കോൺഗ്രസ് ആയാലും CPM ആയാലും കൈ കൊടുക്കുകയാണ്. അതെ. അവരും ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയത്തിലേക്ക് കടന്നിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ ഇപ്പോഴത്തെ ഇത് നടക്കുന്ന തിരുനാവായി സമ്മേളനം നടക്കുന്നു. ഏതെങ്കിലും ഒരു ഹിന്ദു MLA, ഏതെങ്കിലും ഒരു കോൺഗ്രസിൻ്റെ ഹിന്ദു നേതാവ്, ഏതെങ്കിലും ഒരു CPM-ൻ്റെയോ ജനതാദളിൻ്റെയോ CPI-യുടെയോ ഹിന്ദു നേതാവ്, ഒരു MLA തിരുനാവ സമ്മേളനത്തിന് പോകുകയോ അവിടെ ഒരു ആശംസ പറയാനോ ചെല്ലാറുണ്ടോ? കാന്തപുരം കാഞ്ഞങ്ങാട് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്യുമ്പോൾ മത്സരങ്ങളാണ്. കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും CPI-ക്കാരും ദലീമ MLA-യും അബ്ദുൾ റഹ്മാനും എല്ലാം കാന്തപുരത്തിന് പോയി ആശംസകൾ പറയാം. അവിടെ തിരുനാവായിൽ മുടങ്ങിക്കിടന്ന നൂറ്റാണ്ടുകൾക്കപ്പുറമുള്ള പടയോട്ട മാമാങ്കങ്ങൾ നടത്തുവാൻ ആ നാവാമുകുന്ദ ക്ഷേത്രത്തിൽ ഒന്ന് ദർശനം ചെയ്ത് ആരതി ഒഴിയുവാൻ അനുവാദം ചോദിച്ചപ്പോൾ അവിടുത്തെ ആ മലപ്പുറത്തുള്ള കളക്ടർ അനുവാദം കൊടുത്തിട്ടില്ല. ഭാരതത്തിൻ്റെ സംസ്കാരവും പൈതൃകവുമാണ് ഇവിടുത്തെ ഹിന്ദുത്വം, അത് മതമല്ല. അപ്പോൾ തിരുനാവ പോലുള്ള സമ്മേളനങ്ങൾ ഇവിടെ നടത്തുവാൻ പാടില്ല. കാന്തപുരത്തിനെ പോലുള്ളവരുടെ ഇസ്ലാമിക റാലികളിൽ അവർ ചെന്ന് ആശംസകൾ അർപ്പിക്കും. ഹിന്ദു ഫംഗ്ഷനുകൾ നടത്തിയാൽ വർഗീയം. ഇതെവിടുത്തെ മതേതരത്വമാണ്? ഇത് ആണ് ഭാരതീയ ജനതാ പാർട്ടിയും RSS-ഉം വിമർശിക്കുന്നത്. ആരോടും പ്രീണനമില്ല, എല്ലാവരോടും തുല്യനീതി. അതുകൊണ്ടാണ് ഏകീകൃത സിവിൽ കോഡ്, കോമൺ സിവിൽ കോഡ് പോലുള്ളത് വന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള മത രാഷ്ട്രവാദങ്ങൾക്ക് അറുതി വരുത്തുവാൻ കഴിയുകയുള്ളൂ. അത് വ്യക്തമായ രീതിയിൽ ആദരണീയ പ്രധാനമന്ത്രി 23-ാം തീയതി തിരുവനന്തപുരത്ത് വരുമ്പോൾ
മതമല്ല പ്രശ്നം. സാധാരണക്കാരൻ്റെ എരിയുന്ന വയറിൻ്റെ നീറുന്ന പ്രശ്നം 2026 വികസിത കേരളമാക്കി മാറ്റണമെന്ന് രാജീവ് ചന്ദ്രശേഖറും നമ്മുടെ നരേന്ദ്രമോദിയും പറയുന്നത് യാഥാർത്ഥ്യമാകും. അത് ഇവിടെ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതുപോലെ അസംബ്ലി തിരഞ്ഞെടുപ്പിലും കാണിച്ചു കൊടുക്കും. ഈ ഗ്രീൻ MLA-മാരും പച്ച സർക്കാരിനും ഭാരതീയ ജനതാ പാർട്ടി എതിരായിരിക്കും. നല്ല മുസ്ലിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൂടെ ഉണ്ട്, തീവ്രവാദികളാണ് ഇല്ലാത്തത്.